സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. അദ്ദേഹത്തെ ലാൽ സാർ, ലാലേട്ടൻ, ലാലു എന്നിങ്ങനെ പല പേരുകളാണ് പലരും വിളിക്കുന്നത്. എന്നാലും മലയാളികൾ മനസ്സറിഞ്ഞു വിളിക്കുന്നത് ലാലേട്ടൻ എന്നാണ്. അയലത്തെ വീട്ടിലെ പയ്യൻ ഇമേജിലൂടെ മലയാളികളുടെ തോളത്ത് കൈയിട്ട് നടന്ന നടന വിസ്മയം മോഹൻലാലിന് ഇന്ന് 63 തികയുകയാണ്. 50 കോടിയും 100 കോടിയും 200 കോടിയും ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സ്വന്തമാക്കിയ ഏക മലയാളി നടൻ എന്ന വിശേഷണവുമായി മലയാള സിനിമയിൽ 4 പതിറ്റാണ്ടിലേറെയായി തൻ്റെ അഭിനയ ജീവിതത്തിലെ ജൈത്രയാത്ര തുടരുകയാണ് അദ്ദേഹം. തിരനോട്ടത്തിലെ കുട്ടപ്പനിൽ നിന്നും ശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനിൽ നിന്നും വളർന്ന മലയാളത്തിൻ്റെ മഹാനടനായി മാറിയ പ്രേക്ഷക ഹൃദയം കവർന്ന പ്രതിഭാസമാണ് ലാലേട്ടൻ. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകളിലെ സോളമൻ, കിരീടത്തിലെ സേതുമാധവൻ, TP ബാലഗോപാലൻ എമ്മയിലെ ബാലഗോപാലൻ, ഭരതത്തിലെ ഗോപി, ഭ്രമരത്തിലെ ശിവൻകുട്ടി, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, സ്ഫടികത്തിലെ ആടുതോമ, ചിത്രത്തിലെ വിഷ്ണു, രാജാവിൻ്റെ മകനിലെ വിൽസന്റ് ഗോമസ്, പഞ്ചാഗ്നിയിലെ റഷീദ്, തന്മാത്രയിലെ രമേശൻ നായർ, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ, ദൃശ്യത്തിലെ ജോർജ് കുട്ടി, ഇങ്ങനെ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെയെങ്കിലും പ്രതിബിംബമാകാത്ത മലയാളി ഉണ്ടോ എന്നതിൽ സംശയമാണ്. പലപ്പോഴും മലയാളികൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ആഗ്രഹിച്ചോ പ്രണയിക്കണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെയായി മാറി മോഹൻലാൽ. വില്ലനായാലും കാമുകനായാലും നർമ്മമായാലും ശൃംഗാരമായാലും എന്ന് വേണ്ട ലാലേട്ടൻ്റെ പല മാനറിസങ്ങളും മലയാളികൾക്ക് കാണാപ്പാഠമാണ്. മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് യഥാർത്ഥ പേര്. 1960 മെയ് 21 വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായി പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ടു വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ കുട്ടിക്കാലം. മുടവൻമുകളിലുള്ള ഒരു ചെറിയ സ്കൂളിലാണ് മോഹൻലാൽ തൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പ്രിയദർശൻ, MG ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു. ഈ സൗഹൃദം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു. 6ാം ക്ലാസ്സിലായിരുന്നപ്പോൾ മോഹൻലാൽ സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മോഹൻലാലിൻ്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ MG കോളേജിലായിരുന്നു. കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന പ്രിയദർശൻ, മണിയൻ പിള്ള രാജു തുടങ്ങിയവർ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ സ്വന്തമായ സ്ഥാനം ഉറപ്പിച്ചവരുമാണ്. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു. ലാലിൻ്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിന് 20 വയസ്സായിരുന്നു പ്രായം. ആ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു മോഹൻലാലിന്. സാവധാനം പ്രതിനായക വേഷങ്ങളിൽ നിന്ന് നായക വേഷങ്ങളിലേക്ക് മാറിയ ലാൽ തുടർന്ന് കാമ്പുള്ളതും ഹാസ്യം കലർന്നതുമായ നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി. ഇത്തരം മോഹൻലാൽ ചിത്രങ്ങൾ കൂടുതലായും സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനും മോഹൻലാലിൻ്റെ സുഹൃത്തുമായ പ്രിയദർശനായിരുന്നു. പ്രിയദർശൻ്റെ ആദ്യ ചിത്രമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ചിത്രം കിലുക്കം, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൻ്റെ വിജയ ചിത്രങ്ങളിൽ പ്രധാനങ്ങളാണ്. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട്. 2 തവണ മികച്ച നടനുള്ളതടക്കം 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മോഹൻലാൽ. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2001 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ഭാരത സർക്കാർ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തു. ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2019 പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു. ഇനിയും നിരവധി പുരസ്കാരങ്ങൾ നേടുവാനും അഭിനയത്തിൻ്റെ മറ്റൊരു എത്തിപ്പിടിക്കാത്ത ഉയരങ്ങൾ കീഴടക്കുവാനും ഇനിയും ബാല്യമുണ്ടെന്ന് തെളിയിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ. മുണ്ടുമടക്കി
തോള് ചരിച്ച് റെയ്ബാൻ ഗ്ലാസും ഇട്ട് ഒറ്റക്കണ്ണിറുക്കി ചിരിക്കുവാൻ, നമ്മുടെ ഇടനെഞ്ചിലേക്ക് കയറിക്കൂടുവാൻ ഇനിയും നമ്മുടെ ലാലേട്ടൻ യുവനിരകളിലെ താരരാജാവായി നമുക്കൊപ്പം ഉണ്ടാകും.